ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ റെഡിയായി നമ്മുടെ അമ്പാടിക്കുട്ടനെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ ഇത്. ഒത്തിരി നാളായി അമ്പാടിക്കുട്ടൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്തിട്ട്. ഇപ്പോൾ ഏകദേശം നല്ലോണം വളർന്നിട്ടുണ്ട് കേട്ടോ, തല നല്ലോണം വേർക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് കട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ നേരെ പട്ടത്തുള്ള ഒരു സലൂണിലേക്കാണ് കേട്ടോ പോയത്. അന്തുചേട്ടൻ പോകുന്നതിൽ ഒരു സലൂണ് ഇവിടെ പട്ടത്തുള്ളതാണേ, അവിടെയാണ് പോയത് ഇപ്രാവശ്യം. എല്ലായിടത്തും ഒന്ന് മാറി മാറി പരീക്ഷിക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴത്തേനും അവിടെ കുറച്ച് ആൾക്കാർ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിയുമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് മോഡൽ ഹെയർ കട്ടാണ് ചെയ്യേണ്ടത് ഞങ്ങളിങ്ങനെ നെറ്റിൽ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പുറത്ത് നിന്ന് ചെയ്യണം, ഇപ്പുറത്ത് നിന്ന് ഞാനും ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളൊരു മോഡൽ സെലക്ട് ചെയ്ത് വെച്ചു. അങ്ങനെ അമ്പാടിക്കുട്ടൻ്റെ ചാൻസ് എത്തി. ഞങ്ങളതേ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി അവൻ്റെ ചെയറിലോട്ട് ഇരുത്തി കേട്ടോ. മുമ്പ് പുള്ളിക്കാരൻ മിണ്ടാതെ അടങ്ങി ഒഴങ്ങി ഇരിപ്പുണ്ടായിരുന്നു. ഇത്തവണ എങ്ങനെയാണെന്ന് അറിയത്തുണ്ടായിരുന്നില്ല. ചെയറിലോട്ട് അങ്ങോട്ട് ഇരുത്തി ആ സ്കാർഫൊക്കെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും അമ്പാടിക്കുട്ടൻ്റെ സ്വഭാവം ആകെ മാറി കേട്ടോ. പിന്നെ ആ കോട്ട് കൂടെ ഇട്ടപ്പോൾ ഒന്നും പറയുകയും വേണ്ട, അവന് നല്ലോണം ദേഷ്യവും സങ്കടവും ഒക്കെ വന്നേ. പിന്നെ ഒരുവിധം അവിടെ മിററൊക്കെ കാണിച്ച് കളിപ്പിച്ച് രസിപ്പിച്ച് അങ്ങനെ കുറച്ച് നേരം പിടിച്ചിരുത്തിയിട്ടുണ്ടായിരുന്നു. എ സിയുടെ എന്തോ പ്രശ്നം ഉണ്ടായത് കാരണം എ സി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആ ചൂടും ഒക്കെ കൊണ്ടായിരിക്കണം അവന് വല്ലാത്ത ഇറിറ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ കാണിച്ചു കൊടുത്ത മോഡലിൽ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്നവർക്കൊക്കെ അമ്പാടിക്കുട്ടനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര ക്യൂട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അതേ കാണുന്ന പെങ്കൊച്ചൊക്കെ ഭയങ്കരമായിട്ട് അവനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ചെയറിലിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും അവന് ദേഷ്യം വന്നു തുടങ്ങി. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരം എടുത്ത് എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കയ്യിൽ വെച്ചിട്ട് ബാക്കി കൈ വെച്ചിട്ടായിരുന്നു ഹെയർ കട്ടിങ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അമ്പാടിക്കുട്ടനെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്ന ആ പെങ്കൊച്ച് ഇങ്ങനെ ഹെയർ ഡ്രയറൊക്കെ വെച്ചിട്ട് അമ്പാടിക്കുട്ടൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ കാറ്റൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ഈ പുള്ളിക്കാരൻ ബാഗിൽ നിന്ന് വന്നിട്ട് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അമ്പാടിക്കുട്ടി ഇതിപ്പോൾ അതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ഫുള്ള് കോൺസെൻട്രേഷൻ ഫ്രണ്ടിലെ ഹെയർ ഡ്രയറിലായിരുന്നു കേട്ടോ. ഈ അവസരം മുതലാക്കി പുള്ളിക്കാരൻ ബാഗ് ചെയ്ത് ഫുള്ള് ഇങ്ങനെ കട്ട് ചെയ്ത് ഇരിക്കുമായിരുന്നേ. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ അച്ഛാന്ന് വിളിച്ച് അച്ഛൻ്റെ അടുത്തോട്ട് ചാടി. അടുത്ത് ചേട്ടൻ്റെ കയ്യിലിരുതായിരുന്നു ബാക്കി ഹെയർ കട്ടിങ്ങൊക്കെ ചെയ്തത്. ആദ്യത്തെ പോലെയൊന്നും അല്ല കേട്ടോ. ചെക്കനങ്ങ് വളർന്നില്ലേ. ഫസ്റ്റ് തവണ മിണ്ടാതെ അടങ്ങി ഒതുങ്ങി നല്ല പയ്യനായിട്ടിരിക്കുമായിരുന്നു. ഇത്തവണ എന്തായാലും അതുണ്ടായിട്ടില്ല. ഹെയറിലും എൻ്റെ അടുത്തും ചേട്ടൻ്റെ അടുത്തും ഒക്കെ മാറി 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 ഇരുന്നിട്ടാണ് അവനെ ഒന്ന് ഹെയർ സ്റ്റൈൽ ചെയ്ത് ഒരു വിധം പാടുപെട്ട് കേട്ടോ ഹെയർ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അവസാനം ഒരുവിധം ഒപ്പിച്ചെടുത്തു എന്ന് പറയാം. അങ്ങനെ അതും കഴിഞ്ഞാണ് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ. അങ്ങനെ നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. കാരണം ഒത്തിരി ലേറ്റായിപ്പോയി. അമ്പാടിക്കുട്ടൻ്റെ ഹെയർ കട്ട് അങ്ങ് നീണ്ടു പോയിട്ടോ. ഫുഡും കഴിച്ച് ഞങ്ങൾ നേരെ പോയത് സുഡിയിലേക്കാണ്. ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉടനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ഷോപ്പിംഗ് ആയിരുന്നു. എപ്പോഴത്തേയും പോലെ തന്നെ മനസ്സിനൊരു ചാഞ്ചാട്ടം എല്ലാം ഇങ്ങനെ വാരി എടുത്താലോ എന്ന്. അങ്ങനെ ഒരുവിധം ഷോപ്പിംഗ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അമ്പാടിക്കുട്ടൻ്റെ ഹെയർ കട്ട് കഴിഞ്ഞിട്ടുള്ള സ്റ്റൈലൊന്ന് കണ്ടാലോ. എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും അമ്പാടിക്കുട്ടനെ തരണം കേട്ടോ, മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.